ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അതായത് ധ്രുവയുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ്, അതുപോലെ തന്നെ ആഡ് മാഡ് ഷോ, അതിന് ഞാൻ വീഡിയോ മുന്നിട്ടിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ അതിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോ ആൻഡ് ടെൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ. അപ്പോൾ അതിന് അവൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ. കാര്യം അവൾ അത്രയും നന്നായി പെർഫോം ചെയ്തെങ്കിൽ പോലും അവൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നില്ല. കാര്യം 2-3 വേർഡ്സൊക്കെ അവൾ പറഞ്ഞിരുന്നു മിസ്സായി പോയി എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു സാരിൽ നമുക്ക് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ബെറ്റർ ആക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. ഫാൻസി ഡ്രസ്സിന് അവർക്ക് തീം ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് ഫ്രൂട്ടാണ് സെലക്ട് ചെയ്തത്. സ്ട്രോബെറി ആണ് കേട്ടോ ചെയ്തത്. ഞാൻ നെറ്റിലൊക്കെ ഫോട്ടോസ് നോക്കിയിട്ട് അതുപോലെയാണ് ഒന്ന് ചെയ്ത് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. സ്ട്രോബെറിയുടെ പിക്ചറൊക്കെ വെച്ചിട്ട്. പിന്നെ അവൾക്ക് ഷോ ആൻഡ് ടെൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണെങ്കിലും നമ്മൾ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് പറയണമായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ ആയിരുന്നു. അവൾ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ മറന്നു പോയി എന്നൊക്കെ, പക്ഷെ എന്നാലും നന്നായി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാട്ടോ ചെയ്തത്. പിന്നെ ആഡ് മാഡ് ഷോ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അത് നമ്മളൊരു പെന്നാണ് അവൾ ചെയ്തിരുന്നത്. DPS പെൻ എന്ന് പറഞ്ഞിട്ട്, അതായത് അവളുടെ പേരിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് കേട്ടോ. പിന്നത്തെ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദച്ചൂസിനുണ്ട് കേട്ടോ പ്രൈസ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്. അതിൽ അവൾക്ക് കൺസോലേഷൻ പ്രൈസേ ഉള്ളൂ. എന്നാൽ പോലും നമുക്കതൊരു ഭയങ്കര സന്തോഷമാണല്ലോ. കാരണം അവളെ അത്രയും ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ പ്രൈസ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പോൾ ഇവർക്ക് പ്രൈസ് കിട്ടുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈഫിൽ നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് കിട്ടിയില്ല. അത് നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് വല്ല കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചെടുത്ത് അവരത് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അത് നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കരുതി അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ.